നൽകിയത്. പശ്ചിമേഷ്യൻ സംഘർഷം ഇനിയും തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഇസ്രായേൽ 3 ആഴ്ച കൂടി യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇറാന്റെ സായുധശേഷി കുറയ്ക്കാൻ 3 ആഴ്ച വേണമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നു. ഇറാന്റെ മിക്ക ആണവ കേന്ദ്രങ്ങളും US തകർത്തുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഈ അവശിഷ്ടങ്ങൾക്ക് താഴെയാണെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേർന്നു. അഫ്താബ്, യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ യുദ്ധം ഒരാഴ്ച നീണ്ടു നിൽക്കുമെന്നായിരുന്നു ട്രംപ് പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, 16 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇറാൻ യുദ്ധം. അതായത് പ്രതീക്ഷിച്ചത്ര US-ഓ ഇസ്രായേലോ പ്രതീക്ഷിച്ചത്ര നിസ്സാരക്കാരല്ല ഇറാൻ എന്ന് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ നമ്മൾ വിലയിരുത്തേണ്ടത്. സാഹചര്യം ഇപ്പോഴും എത്ര കണ്ട് സങ്കീർണമാണ്? അനിഷ, ഇന്നിപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അല്പം മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ചർച്ചയ്ക്കു വേണ്ടി US-നെ സമീപിച്ചിട്ടില്ല. US-ഉം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അവരും പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത്, ഇറാനിലെ മിക്കവാറും എല്ലാ ആണവ കേന്ദ്രങ്ങളും ഒപ്പം അനുബന്ധ കേന്ദ്രങ്ങളും ഇസ്രായേൽ അല്ലെങ്കിൽ ഒപ്പം സയനിസ്റ്റുകൾ ഇതിനകം തകർത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ ആക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി പറഞ്ഞിരുന്നത് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ്. ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോൾ നിലവിൽ 60% പ്രോസസ് ചെയ്തതാണ്. അത് 90% എത്തിക്കഴിഞ്ഞാൽ ഇറാന് ആണവായുധം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് US കരുതുന്നത്. അതുതന്നെയാണ് ഇസ്രായേലും വാദിക്കുന്നത്. പക്ഷേ ഈ സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയം എവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉണ്ടായിരുന്നത്. അതിന് അബ്ബാസ് അർഗാച്ചി എന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പറയുന്ന ഉത്തരം, അതിപ്പോൾ ഈ ആണവ പ്ലാന്റിന് താഴെ, അവശിഷ്ടങ്ങൾക്ക് താഴെയാണ് എന്നുള്ള ഉത്തരമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത്. ഇത് നേരത്തെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇങ്ങനെ പറയുന്നതിന് പിന്നിലുള്ള തന്ത്രം എന്താണ് എന്നുള്ളതും വ്യക്തമല്ല. ഏതായിരുന്നാലും ഇതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത്. മാത്രമല്ല, ഇസ്രായേൽ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് യുദ്ധം ഏതാണ്ട് 3 ആഴ്ച കൂടി വേണ്ടിവരും എന്ന് വെച്ചാൽ ഇറാൻ എന്ന് പറയുന്നത് ചെറിയ രാജ്യമല്ല. ഏതാണ്ട് ഇന്ത്യയുടെ 70% ഒക്കെ വലിപ്പം വരുന്ന, സൗദി അറേബ്യക്ക് സമാനമായി ഭൂവിസ്തൃതിയുള്ള വിശാലമായ ഒരു പ്രദേശമാണ്. നമ്മളിപ്പോൾ ഇന്ത്യയെ തന്നെ താരതമ്യം ചെയ്ത് പറയുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് പോയിട്ടാൽ തീരുന്നതല്ല ഒരു രാജ്യത്തിന്റെ ശേഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം വലിയ ഭൂപ്രദേശത്ത്, ഇത്രയധികം ജനതയുള്ള ഒരു സ്ഥലത്ത് ബോംബിട്ടുകൊണ്ട് യുദ്ധം ജയിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിനിമം 3 ആഴ്ചയെങ്കിലും ഇറാന്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ സൈനിക കേന്ദ്രങ്ങൾ, സൈനിക വ്യാവസായിക കേന്ദ്രങ്ങൾ, മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ, മിസൈൽ സിറ്റികൾ, അതായത് അണ്ടർഗ്രൗണ്ടിലുള്ള മിസൈൽ സിറ്റികൾ, ഇതെല്ലാം തകർക്കണമെങ്കിൽ ഇനിയും 3 ആഴ്ച കൂടിയെങ്കിലും മിനിമം വേണം എന്നുള്ളതാണ് ഇറാൻ സൈന്യം ഇപ്പോഴും പറയുന്നത്. അത്രമാത്രം വൈവിധ്യമാർന്ന മേഖലയിൽ ഏതാണ്ട് 31 പ്രവിശ്യകൾ എന്ന് വെച്ചാൽ 31 സംസ്ഥാനങ്ങളിലായിക്കൊണ്ട് ഇറാനകത്ത് സമാനമായ രീതിയിൽ ഓരോ പ്രവിശ്യകൾക്കകത്തും സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം ബോംബിട്ട് തകർക്ക് തീർക്കുക എന്നുള്ളത് അത്ര എളുപ്പമില്ലെന്ന് ഇസ്രായേൽ തന്നെ കരുതുന്നുമുണ്ട്. ഏതായിരുന്നാലും 3 ആഴ്ച യുദ്ധം നീളും എന്ന് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ പറയുന്നത്. ഇറാന്റെ സൈനിക ശേഷി വലിയ തോതിൽ കുറക്കാൻ തങ്ങൾക്കായി എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. അവരുടെ സൈനികരുടെ മനോവീര്യം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. മറുവശത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് ആവർത്തിച്ച് പറയുന്ന കാര്യം, നിങ്ങൾക്ക് എത്ര കാലമാണോ യുദ്ധം കൊണ്ടുപോകാൻ താല്പര്യം അത്രയും കാലം നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾ യുദ്ധവുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇറാൻ സൈന്യവും ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും ഇന്നും നൽകുന്ന മറുപടി. എന്ന് വെച്ചാൽ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിലേക്ക് പോകുന്നതിന്റെ ലക്ഷണങ്ങൾ ഈ 16-ാം ദിനത്തിലും ഇപ്പോഴുമില്ല. അതുകൊണ്ട് യുദ്ധം ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമെന്ന് തന്നെ നമുക്ക് ഈ സമയം വിശ്വസിക്കണം. ഇനി അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ആഗോള വിപണിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിന് അനുസരിച്ചായിരിക്കും. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. നാളെ വിപണി തുറക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് US-ലടക്കം $3 പിന്നിട്ടിട്ടുണ്ട് ഗ്യാസിന്റെ വില. എന്ന് വെച്ചാൽ ഇരട്ടിയിലേറെ വർധന നിലവിൽ തന്നെ എത്തുകയാണ്. ഇതിനു പുറമെ യൂറോപ്പിലും സമാനമാണ് സ്ഥിതി. ഹോർമൂസ് ഉൾപ്പെടെയുള്ള ഈ മേഖലയിലേക്ക് കൂടുതൽ പടക്കപ്പലുകൾ അയച്ചുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ട്രംപിനെയാണ് ഇന്നലെ രാത്രി നമ്മൾ കണ്ടത്. അതിൽ പ്രത്യേകിച്ച്
ഹോർമുസിലെ പ്രതിസന്ധി ഒഴിവാക്കാം എന്നായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. പക്ഷെ അത് ഏതായാലും നടന്നിട്ടില്ല. അതിനിടെ തന്നെയാണ് എങ്ങുമെത്താത്ത ചില മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫ്രാൻസും റഷ്യയും തുർക്കിയും അടങ്ങുന്ന ഒരു സംഘം മധ്യസ്ഥത വഹിക്കാമെന്ന് അറിയിക്കുന്നു. പക്ഷേ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും സ്വീകാര്യമല്ല എന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരികയും ചെയ്യുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് അവരുടെ നേതാക്കൾ പ്രതികരിക്കുന്നു, ഇസ്രായേലിന്റെ ഭാഗത്ത് വിദേശകാര്യമന്ത്രി പ്രതികരിക്കുന്നു. പക്ഷേ ഇപ്പോഴും നെതന്യാഹുവിനെ ചിത്രത്തിലേ കാണുന്നില്ല. നെതന്യാഹു എവിടെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ ഇപ്പോൾ?